ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ സൺഡേ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം സ്കൂളില്ലാത്ത ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ട, മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണ്ട. അപ്പോൾ കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ടൈമാണ് ഈ സാറ്റർഡേ സൺഡേ എന്നുള്ളത്. അങ്ങനെ രാവിലെ ഒരു ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഒരു 8 മണി ആയിട്ടുണ്ടാവും എഴുന്നേൽക്കാൻ. 8 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഞാൻ കണ്ണാടി നോക്കിയിട്ട് കുഞ്ഞെത്ര വലുതായി എന്നൊന്ന് ചെക്ക് ചെയ്യും. കാരണം ഇനി ആൾ പുറത്ത് വരാൻ ഇനി അത്രയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൗണ്ട് ഡൗൺ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. അങ്ങനെ ഞാൻ ഒക്കെ കഴിഞ്ഞു, റെഡി ഒക്കെ ആയി. ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. രാവിലെ തന്നെ ഒറോട്ടിയും പിന്നെ നമ്മുടെ കണ്ണൂർക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അരി കൊണ്ടുള്ളൊരു ഒറോട്ടി നന്നായി ഇതിന് പറയാം. അതും പിന്നെ ഒരു തക്കാളി ടൊമാറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചില സമയത്ത് എനിക്ക് വെയിൽ കൊള്ളാനേ ഓർമ്മയുണ്ടാവില്ല. കാരണം 8-ാം മാസമായാലോ കുറച്ച് വെയിൽ ഒക്കെ തട്ടിക്കണം. അപ്പോൾ ജനലിൻ്റെ ആ സൈഡിലൂടെ വിൻഡോസ് തുറന്ന് ഇട്ടാൽ നല്ല ഇളം വെയിൽ തട്ടും. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്ത ടൈമിന് ഇങ്ങനെയാണ് ഞാൻ വയറ്റിന് വെയിൽ തട്ടിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇതാ ഒരു 10 മണിയായിട്ടുണ്ടാവും. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് പച്ചവെള്ളം ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ച് ഒരു മതിയായ പോലെ ആയിട്ട് ഞാനൊരു കുറച്ച് നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടാണ് കുടിക്കാറ്. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മോന് എക്സാമും കൂടെ ഉണ്ട്. അപ്പോൾ അക്കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ പ്രഗ്നൻസിയും രണ്ടാമത്തെ പ്രഗ്നൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആദ്യത്തേനെക്കാട്ടും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി. കാരണം ആദ്യത്തേന് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക, ആളെങ്ങനെയായിരിക്കും, ആളുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നിങ്ങനെ സ്വപ്നം കണ്ട് നടക്കലായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയിൽ. പക്ഷേ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് വെച്ചാൽ രണ്ടാമത്തെ കുഞ്ഞിനെ ആലോചിക്കാൻ വരെ സമയമില്ലാത്തൊരു ടൈമായിപ്പോയി. കാരണം ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, അവൻ്റെ പഠിപ്പ്, അവൻ്റെ എക്സാം, അവന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കണം. ഇതൊക്കെയായിരുന്നു മനസ്സിൽ. രാവിലെ എന്തുണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ബേബീനെ കുറിച്ച് ആലോചിക്കാനേ സമയം കിട്ടില്ല. എൻ്റെ മാത്രം തോട്ടാണോ എന്നറിയില്ല, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിപ്പോൾ ഒന്നിനും ഒരു ഓർമ്മയും കഥയും ഇല്ലാത്തൊരു ഫീലിംഗാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞാൻ റൈസ് കുക്കറിൽ ചോറും ഒക്കെ വെച്ചു. കറി ഞാനൊരു വെള്ളരിക്കും പരിപ്പുമാണ് കറിയും വെച്ചത്. അങ്ങനെ ഫ്രൈയും ആക്കി നമ്മൾ 2 മണിയാകുമ്പോൾ ചോറ് കഴിച്ചു. എനിക്ക് ഒരുപാട് കമൻസ് വന്നതാണ്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമല്ലേ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, അതൊരു ഫ്രഷ് ആവും, നല്ല ഉഷാറുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം അഡ്മിറ്റ് ആയത് കഫക്കെട്ട് കാരണമാണ്. അപ്പോൾ തലയിൽ നന്നായിട്ട് കഫക്കെട്ടു അങ്ങനെ ആയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടിപ്പോയി. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ ഇനി എന്തെങ്കിലും അത് എഫക്റ്റ് ആവുമോ എന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കാത്തത്. അപ്പോൾ ഈ ഒരു സാറ്റർഡേ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.